ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടാക്കി നന്മയിലേക്ക് അവനെ ക്ഷണിക്കാനും നന്മയിൽ പിടിച്ചു നിന്ന് ജീവിക്കാനുമാണ് അവന് പ്രചോദനം നൽകേണ്ടത്. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരു വ്യക്തി വരുന്നു. പള്ളിയിൽ നിന്ന് സുബ്ഹി നിസ്കരിച്ചിരിക്കുകയാണ്. എവിടെ? മദീനത്തെ പള്ളിയിൽ. ഒരാൾ വന്നിട്ട് പറയുന്നു, ഓ ഇമാം ശാഫിഈ തങ്ങളെ, തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയി. ഞാൻ ഭയപ്പെടുന്നു. തെറ്റ് ചെയ്തു പോയ ഞാൻ എന്റെ റബ്ബിനടുക്കൽ എങ്ങനെയാ പോവുക എന്ന് ഭയപ്പെടുന്നു. എനിക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് അംഗീകരിച്ച് പ്രഖ്യാപിച്ചതല്ലാതെ എന്റെ കയ്യിൽ അമലൊന്നുമില്ല. ശാഫി ഇമാം തങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു, യാ മുഅ്മിനു, ഓ മുഅ്മിനായ മനുഷ്യ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ചവനല്ലേ? അതെ, അതുകൊണ്ടാ വിളിച്ചത് മുഅ്മിനായ മനുഷ്യ. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാര് തന്നെ സ്റ്റേജിൽ കയറിയിട്ട് അപ്പുറത്തുള്ള പണ്ഡിതന്മാർ കള്ളനാണെന്ന് പറയുന്നവരില്ലേ? അതുപോലെ എന്തും പറയുന്നവരില്ലേ? അല്ലാഹു നമ്മുടെ സമൂഹത്തെ നന്നാക്കി തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്തു പോയതിനാൽ എന്റെ കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ വ്യക്തിയെ ശാഫി ഇമാം വിളിക്കുന്നു, യാ മുഅ്മിൻ, ഓ മുഅ്മിനായ മനുഷ്യ, ലൗ അറാദല്ലാഹു അസ്സ വജല്ല അൻ യുസീക അലമാ അഹാലക മിൻ മഗ്ഫിറത്തി ദുനൂബി അലൈഹി. അല്ലാഹു ജല്ല ജലാലുഹു നിനക്ക് നിരാശ വരുന്ന വിധത്തിൽ നിനക്ക് വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ഒരു കടുംപിടുത്തം അല്ലാഹുണ്ടായിരുന്നുവെങ്കിൽ പടച്ച റബ്ബ് ഒരിക്കലും തന്നെ നിനക്ക് പുറത്തു തരുന്ന കാര്യം അവൻ ഏറ്റെടുത്തു എന്ന് പറയില്ലായിരുന്നു. അല്ല പറഞ്ഞില്ലേ, വമൻ യഗ്ഫിറുൽ ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരാണ്? പാപം ചെയ്തു പോയവർക്ക് പൊറുക്കുന്നവൻ അല്ലാഹല്ലാതെ ആരാണ്? നബിയെ വിളിച്ചോ, പറഞ്ഞോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അതേ നബിയെ പറഞ്ഞോ, തെറ്റ് ചെയ്തവരെ വിളിച്ചോ, എന്റെ അടിമകളെ, നിങ്ങൾ നിരാശരാകല്ലേ. പടച്ചവൻ പാപം പുറത്തു തരുന്നവനാണ്. ചെയ്യുന്ന പാപം നിർത്തി നിങ്ങൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ എന്നല്ലേ അള്ള പറഞ്ഞത്. ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ശാഫി ഇമാം പറയാണ്, വലൗ അറാദ ഉഖൂബതക ഫീ ജഹന്നമ വതഖ്ലീദക ഫിന്നാരി ലമാ അൽഹമക മഅരിഫതക ബിഹി വതൗഹീദക ഇയ്യാഹ്. കാലാകാലം നിന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് അള്ളാഹ് തോന്നിപ്പിക്കുകയില്ലായിരുന്നു. അത് നിനക്ക് തോന്നിപ്പിച്ചത് തന്നെ തെളിവാണ്. നിന്നെ അല്ലാഹു തആല കാലാകാലം നരകത്തിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് ശാഫി ഇമാം ചൊല്ലിയൊരു പദ്യം, ഇൻ കുൻത തഗ്ദൂ ഫി ദുനൂബി ജലീദാ വതഖാഫു ഫി യൗമിൽ മിആദി വഈദാ. മോനെ, നീ തെറ്റിലായി ധൈര്യത്തോടെ നീ നടന്നുപോയെങ്കിൽ, തെറ്റ് ചെയ്തുകൊണ്ട് നീ നടന്നുപോയെങ്കിൽ, മോനെ, അള്ളാഹുവിലേക്ക് മടക്കുന്ന ദിവസം പടച്ച റബ്ബ് നിനക്ക് താക്കീത് ചെയ്ത ശിക്ഷയെ നീ ഭയപ്പെടുന്നുവെങ്കിൽ നിന്നോട് പറയട്ടെ, ഫലഖദ് അതാക മീനൽ മുഹൈമിനി അഫൂഹു വഅബാഹ മിൻ നിഅമിൻ അലൈക മസീദാ. അല്ലാഹുവിങ്കൽ നിന്ന് നിനക്ക് വിട്ടുവീഴ്ച വന്നിട്ടുണ്ട്. അല്ലാഹു തആല നിനക്കൊരുപാട് അനുഗ്രഹങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ നന്നാകൂലെന്ന് നീ വിചാരിക്കരുത്.
ഫീ ബത്നി ഉമ്മിക മുഗതം വവലീദാ. ഉമ്മാന്റെ വയറ്റിൽ നീ രക്തകഷ്ണമായും മാംസകഷ്ണമായൊക്കെ ഇരിക്കുമ്പോ നിനക്കവിടെ ഭക്ഷണം തന്നവനല്ലേ അല്ലാഹ്. നീ ആ വൃത്തികെട്ട സ്ഥലത്ത് കിടന്നിട്ട് ഒരു ദിവസം പോലും ഒരു ജലദോഷം പോലും തരാതെ നിന്നെ രക്ഷിച്ചവനല്ലേ അല്ലാഹ്. ആ കുടുങ്ങിയ സ്ഥലത്ത് വെച്ച് നിനക്ക് വളർച്ച തന്നവനല്ലേ അല്ലാഹ്. നീ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടുമല്ലല്ലോ, നീ പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ, മറിച്ച് നിന്നോട് അവൻ ചെയ്ത അങ്ങേയറ്റത്തെ ദയല്ലോ അത്. ലൗ ശാഅ അൻ തസ്ല ജഹന്നമ ഖാലിദാ മാ കാന അൽഹമ ഖൽബക തൗഹീദാ. നിന്നെ കാലകാലം നരകത്തിൽ കിടത്താൻ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അല്ലാഹ് തോന്നിപ്പിക്കുകയില്ലായിരുന്നു. അതിനാൽ നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾക്ക് കരഞ്ഞോ മോനെ. റബ്ബിനെ സ്നേഹിച്ച് റബ്ബിലേക്ക് മടങ്ങൂ മോനെ. ഈ അർത്ഥത്തിൽ മഹാനവറുകളങ്ങ് ചൊല്ലിയപ്പോ ആ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ടും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ആ ചെറുപ്പക്കാരൻ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു.